2025 മെയിൻസിന് പേപ്പർ 1 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. 1.3 പാട്ടുപ്രസ്ഥാനം എന്ന ഭാഗത്തു നിന്നും കൃഷ്ണഗാഥ എന്ന വിഭാഗത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭാഷയെ ജനകീയമാക്കുന്നതിൽ കൃഷ്ണഗാഥ വഹിച്ച പങ്ക് വിശദമാക്കുക. ഇതാണ് ചോദ്യം. 2025 നോൺ കമ്പൽസറി വിഭാഗത്തിലാണ് ഈ ചോദ്യം. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഭാഷയെ ജനകീയമാക്കുന്നതിൽ, ജനകീയമാക്കുക, ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക, അല്ലേ? അപ്പോൾ ജനങ്ങൾ കൂടുതലായിട്ട് കൃഷ്ണഗാഥ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? അപ്പോൾ വളരെ ലളിതമായിട്ട് അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. എന്തുകൊണ്ട് 15-ാം നൂറ്റാണ്ടിൽ ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു? അതാണ് ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആദ്യം തയ്യാറാക്കുക. ചെറുശ്ശേരിക്കും കൃഷ്ണഗാഥയ്ക്കും ഒക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നമ്മൾ എഴുത്തുകളരി ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഒരു കോമൺ സെൻറ്റൻസ് കൃഷ്ണഗാഥയെക്കുറിച്ച് എഴുതുക. രണ്ടാമത്തെ ഒരു വാചകം ഈ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാചകം കൂടി കൊടുക്കുക. അങ്ങനെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കൃഷ്ണഗാഥ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ്? കൃഷ്ണഗാഥയിലെ ഭാഷ വളരെ ലളിതമായ ഭാഷയാണ്, വളരെ സരളമായ ഭാഷയാണ്. സരളം, മനോഹരം. അപ്പോൾ മനോഹരമായ ലളിതമായൊരു ഭാഷയാണ് കൃഷ്ണഗാഥയിൽ കാണുന്നത്. അത് 15-ാം നൂറ്റാണ്ടിലെ കൃഷ്ണഗാഥയിൽ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണഗാഥ കുറേ കൂടി ജനങ്ങൾക്ക് ഇഷ്ടാവുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതാണ് ആദ്യം നമ്മൾ വിശദീകരിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ലളിതമായ ഭാഷ. അതിനുശേഷം പിന്നെ എഴുതേണ്ടത് എന്താണ്? ലളിതമായ ഭാഷ കൂടാതെ കൃഷ്ണഗാഥയിൽ ധാരാളം വാമൊഴി ഭാഷ കാണുന്നുണ്ട്. അപ്പോൾ സംസാര ഭാഷയെ അങ്ങനെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളൊരു രീതി കൃഷ്ണഗാഥയിലുണ്ട്. അത് നേരത്തെ UPSC അതുപോലെ ഒരു ചോദ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. വാമൊഴിയെ വരമൊഴിയാക്കുന്ന കാഴ്ച കൃഷ്ണഗാഥയിൽ പല ദിക്കിലും കാണാം. കണ്ടോ? അപ്പോൾ ഇത്തരം രീതിയിൽ സംസാര ഭാഷ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ആരേലും, ആരെങ്കിലും എന്നല്ല പറയുന്നത്, ആരേലും. പിന്നെ കൊണ്ടെന്ന്, കൊണ്ടുവന്ന് എന്നല്ല, കൊണ്ടെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ അതിനെ അങ്ങനെ തന്നെ കൃഷ്ണഗാഥയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണഗാഥ കുറച്ചുകൂടി നമുക്ക് ഇഷ്ടാകുന്നു. അപ്പോൾ ജനകീയമാകാനുള്ള വേറൊരു കാരണമാണ് വാമൊഴി എന്ന് പറയുന്ന ഘടകം. അടുത്തത് കൃഷ്ണഗാഥ കുറേ കൂടി ജനകീയമാകാനുള്ള കാരണം എന്താണ്? അത് മലബാർ ഡയലക്റ്റിൻ്റെ സ്വീകാര്യതയാണ്. അപ്പോൾ മലബാർ ഡയലക്റ്റിൻ്റെ സ്വീകാര്യത എന്ന് പറയുമ്പോൾ വീടര്, ഭർത്താവ് എന്നുള്ളതിന് പകരം മാടം എന്നുള്ള വാക്ക്, ഇങ്ങനെ മലബാർ ഭാഗങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന രീതിയിലുള്ള സംസാര ഭാഷയുടെ സ്വീകാര്യത കൂടി കൃഷ്ണഗാഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൃഷ്ണഗാഥയുടെ സ്വീകാര്യതയ്ക്ക് അടിസ്ഥാനമാണ്. അപ്പോൾ മൂന്നാമത് നമ്മൾ ഉത്തരത്തിൽ വരുത്തേണ്ട പോയിന്റ് മലബാർ ഡയലക്ട്സ് ആണ്. അടുത്തതായിട്ട് കൃഷ്ണഗാഥയിൽ കാണുന്ന പഴഞ്ചൊല്ലുകളും ശൈലികളും. ധാരാളം പഴഞ്ചൊല്ലുകൾ കൃഷ്ണഗാഥയിലുണ്ടല്ലേ. ഉദാഹരണത്തിന്, ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. പിന്നെ പോക്കറ്റ വൻപുലി പുല്ലുമേയും. ഇങ്ങനെ ഒത്തിരി കൃഷ്ണഗാഥയിൽ പഴഞ്ചൊല്ലുകളും ശൈലികളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും സംസാര ഭാഷയോട് കൃഷ്ണഗാഥയെ അടുപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ഉത്തരത്തിലേക്ക് എഴുതാം. കൃഷ്ണഗാഥയുടെ ഈ നാടോടിത്ത സ്വഭാവമാണ് കൃഷ്ണഗാഥയെ ജനകീയമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. നാടോടിത്ത സ്വഭാവം കൂടാതെ കൃഷ്ണഗാഥയെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പ്രത്യേകതയാണ് പ്രാസഭംഗി എന്ന് പറയുന്നത്. ഏത് ഭാഗം നോക്കിയാലും കൃഷ്ണഗാഥയിലെ ശബ്ദഭംഗി അത്രയും നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അടുത്തത് അതാണ് പ്രാസഭംഗി. മഞ്ചരി വൃത്തത്തിൻ്റെ സ്വീകാര്യതയാണ് കൃഷ്ണഗാഥയുടെ മറ്റൊരു സവിശേഷത. അപ്പോൾ മഞ്ചരി വൃത്തത്തിന് ഇപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ ഉദാഹരണമായിട്ട് കാവ്യഭാഗം പഴഞ്ചൊല്ലുകൾ ശൈലികളൊക്കെ പറഞ്ഞ സമയത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വീണ്ടും പ്രാസഭംഗിയെക്കുറിച്ച് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ മഞ്ചരി വൃത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴോ വീണ്ടും 2 വരികൾ കൂടി ഉദാഹരണമായിട്ട് കൊടുക്കുക. മഞ്ചരി വൃത്തമാണ് കൃഷ്ണഗാഥയെ ഇത്രത്തോളം സ്വീകാര്യമാക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. കൃഷ്ണഗാഥയിലെ ഭാഷ ഏറ്റവും കൂടുതൽ ഹൃദ്യമാകാനുള്ള വേറെ ഒരു കാരണം എന്ന് പറയുന്നത് അത് ആധുനിക മലയാള ഭാഷയോട് അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു ഭാഷയായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രാചീനമായൊരു കൃതിയായിട്ടൊന്നും കൃഷ്ണഗാഥ അനുഭവപ്പെടില്ല. അപ്പോൾ ഉദാഹരണം, കാലന്തി തീരത്തെ കാവുകൾ കാണുമ്പോൾ ഓളം തൂളുമ്പുന്നു വേദനകൾ. അപ്പോൾ ഈ വരികൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിലൊരു കവി രചിച്ചതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും, ഇല്ലേ? അപ്പോൾ ഇത്തരം രീതിയിലുള്ള കാരണങ്ങളാണ് കൃഷ്ണഗാഥ അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇത്തരത്തിൽ
കൃഷ്ണഗാഥയുടെ ആകർഷകത്വത്തിന് നിദാനമായ ഭാഷാഘടകങ്ങൾ, അല്ലെങ്കിൽ കൃഷ്ണഗാഥ ജനകീയമാകുന്നതിന് കാരണമായിട്ടുള്ള ഭാഷാഘടകങ്ങളെ കൃത്യമായും നിങ്ങൾ പാരഗ്രാഫ് തിരിച്ചുത്തരത്തിൽ അടയാളപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും മികച്ച രീതിയിൽ ഒരു നിഗമനം കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മികച്ച ഉത്തരവായിട്ട് മാറും.